ഹലോ എവരിവൺ. ഇപ്പോൾ നമ്മളിവിടെ ഒരു കർട്ടൻ്റെ വർക്ക് കഴിഞ്ഞിട്ടേ ഉള്ളൂ. അപ്പോൾ ഇതിവിടെ സീബ്ര ബ്ലൈൻഡ്സ് ഫിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സീബ്ര ബ്ലൈൻഡ്സ് ഫിക്സ് ചെയ്യാൻ നേരത്ത് എങ്ങനെയാണ് മെഷർമെൻറ്റ് എടുക്കേണ്ടതെന്ന് ഇൻ കേസ് ഡൗട്ട് ഉണ്ടെങ്കിൽ ഈ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ട് ഉപകാരപ്പെടും. ഡീറ്റെയിൽ ആയിട്ട് എന്തൊക്കെ ചെക്ക് ചെയ്യണം, എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ള കാര്യം ആദ്യം തന്നെ ഞാൻ കംപ്ലീറ്റ് ആയിട്ട് പറഞ്ഞുതരാം. ഇപ്പോൾ ഇവിടെ ചെയ്തേക്കുന്നത് ഈ വിൻഡോ പോക്കറ്റിന് അകത്തായിട്ടാണ്. വിൻഡോ പോക്കറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സ്പേസ് ആണ്. ഇതുണ്ടല്ലോ, യൂഷ്വലി ഇതിൻ്റെ മുകളിൽ വന്നേക്കുന്ന ഈ പെൽമെറ്റ് ഉണ്ടല്ലോ, ഈ പെൽമെറ്റ് വരിക ഏകദേശം ഒരു 10 സെൻറ്റിമീറ്റർ 8 സെൻറ്റിമീറ്റർ വീതിക്കൊക്കെയാണ്. അപ്പോൾ ഒരു 8 സെൻറ്റിമീറ്റർ വീതിയൊക്കെ ഉണ്ടെങ്കിൽ നമുക്കിത് വിൻഡോ പോക്കറ്റിന് അകത്ത് തന്നെ ആയിട്ട് വെക്കാം. അതിലും കുറവാണെങ്കിലും കുഴപ്പമില്ല, കുറച്ച് ഭാഗം ഇങ്ങനെ തള്ളി നിൽക്കും. പക്ഷേ ഈ ഇവിടെ ഒന്ന് ശ്രദ്ധിച്ച് ഇങ്ങോട്ടേക്ക് ഒന്ന് നോക്കിയേ, കണ്ടോ, ഇതുപോലെ സ്റ്റെയറിൻ്റെ ഉള്ളിലേക്കാണ് വരുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കണം. അതിനകത്ത് 10 സെൻറ്റിമീറ്റർ മിനിമം സ്ഥലം വേണം ഇങ്ങനെ നോക്കാൻ നേരത്ത്. നമുക്കിവിടെ 12 സെൻറ്റിമീറ്ററോളം സ്ഥലമുണ്ട്, അതുകൊണ്ട് ഇവിടെ അത് ചെയ്യുന്നതിന് കുഴപ്പമില്ല. ഓക്കെ, ഞാൻ ഇനി ബ്ലൈൻഡ് കംപ്ലീറ്റ് ആയിട്ട് ഉയർത്താം. ഫുള്ളി ക്ലോസ് ചെയ്തിരിക്കുന്ന സമയത്ത് ഇങ്ങനെയാണ് ഉണ്ടാവുക. അതായത് 2 ലെയറാണ് ബ്ലൈൻഡ്, കണ്ടോ, ഈ 2 ലെയർ ഉണ്ട്. അപ്പോൾ ഈ 2 ലെയർ തമ്മിൽ ഇങ്ങനെ ക്ലോസ് ആയിട്ടിരിക്കും. നമുക്ക് ലൈറ്റ് വേണം എന്നുള്ള സമയത്ത് കുറച്ചൊന്ന് ഇങ്ങനെ ഓപ്പറേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു പൊസിഷനിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് ലൈറ്റ് കിട്ടും. അതുപോലെ തന്നെ വലിയ പ്രാണികളോ അങ്ങനെയുള്ളതൊന്നും അകത്തേക്ക് വരത്തില്ല. അത്യാവശ്യം മോസ്കിറ്റോയൊക്കെ കുറച്ചൊക്കെ പ്രൂഫിംഗ് ആണെന്ന് പറയാം. പിന്നെ നല്ല എയർ സർക്കുലേഷനും ഈ ഒരു പൊസിഷനിൽ ഇടുമ്പോൾ കിട്ടും. പിന്നെ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ഇതിൻ്റെ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാം. നമുക്ക് ഏത് ഹൈറ്റിൽ വേണമെങ്കിലും അത് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാൻ പറ്റും. ഇങ്ങനത്തെ ഒരു വീതി ഒരു 150 സെൻറ്റിമീറ്റർ ഒക്കെ വരുന്ന വിൻഡോ ബ്ലൈൻഡ് നമുക്ക് 2 ക്ലാമ്പ് മതി അത് ഫിക്സ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. ഇപ്പോൾ ഈ ബ്ലൈൻഡ് ഊരിയിട്ടുണ്ടെങ്കിൽ കാണാൻ പറ്റും, ഇവിടെ 2 ക്ലാമ്പ് കൊടുത്തേക്കുന്നതാണ്. കണ്ടോ, ഏകദേശം 2 സൈഡിൽ നിന്നും, വിൻഡോയുടെ 2 സൈഡിൽ നിന്നും ഒരു 10-15 സെൻറ്റിമീറ്റർ മാറ്റിയിട്ട് വേണം ഇതുപോലെ 2 ക്ലാമ്പ് കൊടുക്കാൻ. വലിയ ജനലാണെങ്കിൽ 3 ക്ലാമ്പ് വരെ കൊടുക്കാൻ പറ്റും. ഇനി ഈ ക്ലാമ്പിൽ നിങ്ങൾ അടുത്ത് വരികയാണെങ്കിൽ കാണാൻ പറ്റും, നമുക്ക് ഈ വുഡിലേക്ക് ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഹോൾസും ഉണ്ടാവും, അതുപോലെ തന്നെ സീലിങ്ങിലേക്ക് ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഹോൾസും ഉണ്ടാവും. കണ്ടോ, ഇവിടെ ഇപ്പോൾ ഈ കൊടുത്തിരിക്കുന്നത് സീലിങ്ങിലേക്ക് ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതും ഇപ്പോൾ ഫിക്സ് ചെയ്തേക്കുന്നത് വുഡിലേക്ക് ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഹോൾസിലാണ് ഇപ്പോൾ നമ്മൾ ഫിക്സ് ചെയ്തേക്കുന്നത്. ഇനി മെഷർ എടുക്കാൻ തുടങ്ങാം കേട്ടോ. അപ്പോൾ വിൻഡോ പോക്കറ്റിന് അകത്താണെങ്കിൽ മെഷർ എടുക്കുന്നതെങ്കിൽ നമ്മൾ ഈ ഒരു ടേപ്പ് എടുക്കുക. ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ അറിയാം, നമ്മൾ സെൻറ്റിമീറ്ററിലാണ് ഈ മെഷർമെൻറ്റ് ഉണ്ടാവുക. ഇപ്പോൾ ഇങ്ങനത്തെ ഒരു ടേപ്പ് ആണെന്നുണ്ടെങ്കിൽ ഒന്ന് സൂം ചെയ്ത് നോക്കിയേ, കണ്ടോ, ആ വലുതായിട്ട് 1, 2 എന്ന് കൊടുത്തേക്കുന്നത് ഇഞ്ചാണ്, ചെറുതായിട്ട് 1, 2, 3, 4 എന്ന് കൊടുത്തേക്കുന്നത് സെൻറ്റിമീറ്ററാണ്. അപ്പോൾ സെൻറ്റിമീറ്ററിലാണ് നമ്മൾ അളക്കുക. നമ്മളിങ്ങനെ പിടിച്ചിട്ട് ആദ്യം തന്നെ ഈ ചുവരിൻ്റെ ഈ സൈഡ് ഉണ്ടല്ലോ, ഈ സൈഡും ഇങ്ങോട്ടേക്ക് ഉള്ളിലേക്ക് ചരിവുണ്ടോ എന്ന് നോക്കണം. ഇങ്ങനെ പുറത്തേക്ക് വരുമ്പോൾ ഇങ്ങനെ ചരിവുണ്ടെങ്കിൽ നമ്മൾ ഈ വിൻഡോ പോക്കറ്റ് അളവെടുക്കുന്നത് ഈ കട്ടളേനോട് ചേർത്താണെങ്കിൽ ചരിവ് ഒരുപാടുണ്ടെങ്കിൽ ചിലപ്പോൾ ബ്ലൈൻഡ് കൊണ്ടുവരുമ്പോൾ കയറത്തില്ല. അതുകൊണ്ട് ഒരുപാട് ചരിവുണ്ടെങ്കിൽ അതനുസരിച്ച് കുറച്ച് വീതി കുറച്ച് വേണം അളവെടുക്കാനായിട്ട്. ഇനി നമ്മൾ ഇതുപോലെ ടേപ്പ് പിടിച്ചിട്ട് ഏകദേശം ഇവിടെ വേണം മെഷർ ചെയ്യാൻ. നോക്കിയേ, അതായത് കട്ടളേനോട് മുട്ടിച്ചല്ല, ഒരു 4-5 സെൻറ്റിമീറ്റർ പുറത്തേക്കായിട്ട് വേണം ടേപ്പ് വെക്കാൻ. ഇങ്ങനെ വെക്കാൻ നേരത്ത് നമുക്ക് കറക്റ്റായിട്ട് കിട്ടും. ഇങ്ങനെ കറക്റ്റായിട്ട് എത്രയാണോ അവിടെ കിട്ടിയേക്കുന്നതെന്ന് നോക്കാം. നമുക്കിപ്പോൾ ഇവിടെ കിട്ടിയേക്കുന്നത് ഏറ്റവും എൻഡിലേക്ക് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മനസ്സിലാകും 148 നമുക്കിവിടെ കിട്ടിയേക്കുന്നത്. കണ്ടോ, 148.5. ഇനി അതേപോലെ തന്നെ താഴെയും കൂടി ഒന്ന് ജസ്റ്റ് നോക്കിയേക്കാം. താഴെ നോക്കുമ്പോഴും അതേപോലെ തന്നെ 148.5 കഴിഞ്ഞൊരു 149 വരെ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ 2 ഇതും നോക്കിയിട്ട് ഇതിൽ ഏതാണോ വീതി ഏറ്റവും കുറവ് എന്ന് നോക്കാം. അപ്പോൾ ഇപ്പം നോക്കിയപ്പോൾ ഏതാണ് മുകളിലത്തെയാണ് കുറവ്, 148.5 കുറവ് വന്നേക്കണം. അതിൽ നിന്ന് ഒരു 1/2 സെൻറ്റിമീറ്ററോ 1 സെൻറ്റിമീറ്ററോ കുറക്കണം. ഇവിടെ നല്ല ഫിനിഷിംഗ് ഉള്ള ഒരുപാട് വ്യത്യാസമൊന്നും ഇല്ലെങ്കിൽ 1/2 സെൻറ്റിമീറ്റർ കുറച്ചാൽ മതി. അത്ര ഫിനിഷിംഗ് ഇല്ല, ഇങ്ങോട്ടേക്ക് ചരിവൊക്കെ ഉണ്ടെങ്കിൽ 1 സെൻറ്റിമീറ്റർ കുറക്കണം വീതിയിൽ നിന്ന്. അപ്പോൾ 148.5 ആണെങ്കിൽ 1 സെൻറ്റിമീറ്റർ കുറക്കുമ്പോൾ 147.5 ഇവിടെ വരുന്ന ഈ പെൽമെറ്റിൻ്റെ വീതി വരിക. കണ്ടോ, അപ്പോൾ ആ അളവിലാണ് നമ്മൾ പെൽമെറ്റ് ഉണ്ടാക്കുക. പെൽമെറ്റിൽ നിന്ന് ഫാബ്രിക് ഒരു ചെറിയ ഗ്യാപ്പ് ഇട്ടിട്ടായിരിക്കും വരിക, 2 സൈഡിലും ഒരു 1 സെൻറ്റിമീറ്റർ ഗ്യാപ്പ് ഇട്ട് അല്ലെങ്കിൽ 1/2 സെൻറ്റിമീറ്റർ ഗ്യാപ്പ് ഇട്ടിട്ടായിരിക്കും വരിക, അപ്പുറത്തും വരിക. അപ്പോൾ വീതി കിട്ടിക്കഴിഞ്ഞാൽ രണ്ടാമത് നമ്മൾ അറിയേണ്ട മെഷർമെൻറ്റ് എന്ന് പറഞ്ഞാൽ ഹൈറ്റാണ്. ഹൈറ്റ് ഇതേപോലെ തന്നെ ഇവിടെ മെഷർ ചെയ്യുക. ഇപ്പോൾ ഇവിടെ മെഷർ ചെയ്യാൻ നേരത്ത് നോക്കിയാൽ അറിയാം 143 ഉണ്ട് ഈ സൈഡിൽ, കണ്ടോ. ഇനി അപ്പുറത്ത് അതുപോലെ തന്നെ അപ്പുറത്തെ എൻഡിലും കൂടി ജസ്റ്റ് ഒന്ന് മെഷർ ചെയ്യുക. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ 143.5 ഉണ്ട്. അപ്പോൾ നമ്മൾ
ഒരു 1/2 സെൻറ്റിമീറ്റർ കുറച്ചിട്ടുണ്ടെങ്കിൽ താഴെ എത്തുമ്പോൾ നല്ല ക്ലോസിങ് കിട്ടും. ഇതിപ്പോൾ ഇവിടെ നോക്കി അറിയാൻ പറ്റും. കണ്ട് ഇവിടെ കറക്റ്റ് താഴെ എത്തുന്ന സമയത്ത് ഇതുപോലെ ഫുള്ളി ക്ലോസ്ഡ് ആയിട്ട് കിടക്കണമെങ്കിൽ ഒരു 1/2 സെൻറ്റിമീറ്റർ കുറച്ചിട്ടുണ്ടെങ്കിൽ നല്ലതാണ്. അപ്പോൾ നമുക്കിവിടെ 143.5 143 വന്നുകൊണ്ട് 143 എടുത്താൽ മതി. അതിൽ ഏറ്റവും ചെറിയ അളവ് ഏതാണോ അത് എടുത്താൽ മതി. അപ്പോൾ വിൻഡോ ബ്ലൈൻഡിൻ്റെ അളവ് എന്ന് പറയുന്നത് വീതി, അത് കഴിഞ്ഞിട്ട് ഹൈറ്റ് എഴുതണം. വീതി ആദ്യം എഴുതണം, അത് കഴിഞ്ഞിട്ട് ഒരു സ്പേസോ ഒരു എക്സിൻ്റെ ചിഹ്നം ഇട്ടിട്ട് അത് കഴിഞ്ഞിട്ട് ഹൈറ്റ് എഴുതണം. പിന്നെ മെക്കാനിസം ഏത് ഡയറക്ഷനിൽ വേണമെന്ന് വേണമെങ്കിൽ അത് സെലക്ട് ചെയ്യുക. അത് റൈറ്റ് സൈഡിൽ വേണമെങ്കിൽ റൈറ്റ് സൈഡിലെന്നോ ലെഫ്റ്റ് സൈഡിൽ വേണമെങ്കിൽ ലെഫ്റ്റ് സൈഡിലെന്നോ കൊടുക്കാം. ഇങ്ങനെയാണ് വിൻഡോ പോക്കറ്റിൻ്റെ അകത്താണ് ഫിക്സ് ചെയ്യുന്നതെങ്കിലുള്ള മെഷർമെൻറ്റ്. വിൻഡോ പോക്കറ്റിൻ്റെ പുറത്താണ് ഫിക്സ് ചെയ്യുന്നതെങ്കിൽ നമ്മളിപ്പോൾ ഇവിടെ നിന്ന് ഒരു 5 സെൻറ്റിമീറ്റർ ഇങ്ങോട്ടേക്ക് ചാടിച്ചിടാം. അതുപോലെ തന്നെ ഇപ്പുറത്തെ സൈഡിൽ ഒരു 5 സെൻറ്റിമീറ്റർ ചാടിച്ചിടാം. അപ്പോൾ 148 ആണെങ്കിൽ ഇങ്ങോട്ടേക്കും 5 സെൻറ്റിമീറ്ററും ഇങ്ങോട്ടേക്കും 5 സെൻറ്റിമീറ്റർ, അങ്ങനെ 10 സെൻറ്റിമീറ്റർ നമുക്ക് ചാടിച്ചിടാൻ പറ്റും. ഹൈറ്റും അതുപോലെ മുകളിലേക്ക് ഒരു 8 സെൻറ്റിമീറ്ററോ 10 സെൻറ്റിമീറ്ററോ ഉയർത്തി വെക്കാം. താഴേക്കും ഒരു 5 സെൻറ്റിമീറ്റർ താഴ്ത്തി വെക്കാം. അപ്പോൾ മൊത്തത്തിൽ വീതി ഒരു 10 സെൻറ്റിമീറ്ററും ഹൈറ്റ് ഒരു 15 സെൻറ്റിമീറ്ററും ചാടിച്ചിട്ടിട്ടുണ്ടെങ്കിൽ കറക്റ്റായിട്ട് പുറത്ത് വെക്കുന്ന മെഷർമെൻറ്റും കിട്ടും. പിന്നെ എപ്പോഴും ചെയ്യുന്നതിന് മുന്നേ തന്നെ അവിടെ ആ ബ്ലൈൻഡ് വെക്കാൻ പ്രാക്ടിക്കൽ ആണോ എന്ന് നോക്കണം. കാരണം ഇപ്പോൾ ഇൻ കേസ് നമ്മൾ ഇവിടെ വന്നു, ഇവിടെ ഇപ്പോൾ നമുക്ക് വിൻഡോ പോക്കറ്റിൻ്റെ പുറത്ത് വെക്കണം എന്നുണ്ടെങ്കിൽ എന്താ പറ്റുക? ഇവിടെ വെക്കാൻ പറ്റത്തില്ല. ഇവിടെ ഒരു തട്ടുണ്ട് അല്ലേ? അപ്പോൾ ഇങ്ങനത്തെ തട്ടില്ലാതിരിക്കാൻ വേണ്ടി ഇവിടെ ക്ലാമ്പ് വെക്കാനായിട്ട് ഇത്തിരി കൂടി ഇങ്ങോട്ടേക്ക് സ്ഥലം ഇടണം. എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ 5 സെൻറ്റിമീറ്ററാണ് ഇടണമെന്നുണ്ടെങ്കിൽ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനത്തെ ഒരു സംഭവം വരുന്നതുകൊണ്ട്, ഈ ബ്രാക്കറ്റിൻ്റെ വരുന്നതുകൊണ്ട് ഒരു 3 സെൻറ്റിമീറ്റർ വരെ ക്ലാമ്പ് വെക്കാൻ പറ്റത്തില്ല. അത് കഴിഞ്ഞിട്ട് ഇവിടെയാണ് ക്ലാമ്പ് വരിക. അപ്പോൾ ടോട്ടലി ഒരു സൈഡിലേക്ക് ഒരു 10 സെൻറ്റിമീറ്റർ ഇട്ടാലാണ് ഇങ്ങനെ ഇവിടെ ക്ലാമ്പ് കൊടുക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ആ ക്ലാമ്പ് ഇവിടെ കൊടുക്കാനായിട്ട് പറ്റത്തുള്ളൂ. ഇതൊക്കെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യമാണ്. അത്രയും ചിലപ്പോൾ നിങ്ങൾക്ക് എപ്പോഴും ആവശ്യം വരണമെന്നില്ല. പക്ഷേ ഇങ്ങനെ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ട്, നിങ്ങൾക്ക് മെഷർമെൻറ്റ് എടുത്ത് തരാൻ ബുദ്ധിമുട്ടുണ്ട്, ഞങ്ങളുടെ അടുത്തുനിന്ന് അങ്ങനെ കൊറിയർ ചെയ്ത് വാങ്ങിക്കാറുണ്ട്. അങ്ങനെ അല്ലെങ്കിൽ ഞങ്ങൾ അവിടെ വന്ന് ഇൻസ്റ്റാൾ ചെയ്തും തരും, മെഷർ എടുത്ത് തരും. ചിലർക്ക് ഡയറക്റ്റ് കൊറിയർ ചെയ്ത് കൊടുക്കാറുണ്ട്. അപ്പോൾ ഇങ്ങനെ ഉണ്ടെങ്കിൽ ഞങ്ങൾക്കൊരു ഫോട്ടോ അയച്ചെന്ന് ജസ്റ്റ് സംശയം ചോദിച്ചാൽ മതി. അല്ലാത്ത കേസിൽ, നോർമൽ കേസിലാണെങ്കിൽ ടോട്ടൽ വീതി എടുത്തിട്ട് അതിൽ നിന്ന് 1 സെൻറ്റിമീറ്റർ കുറക്കുക, ടോട്ടൽ ഹൈറ്റ് എടുത്തിട്ട് അതിൽ നിന്ന് 1/2 സെൻറ്റിമീറ്റർ കുറക്കുക. അതായിരിക്കും ആക്ച്വൽ കറക്റ്റ് മെഷർമെൻറ്റ്. മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ.